മിമിക്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കുറെ നാളായി സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചിട്ട്. ഇപ്പോ പുതിയ പയ്യന്മാര്, നമ്മുടെ പുതിയ തലമുറയിലെ മിമിക്രി താരങ്ങൾ വന്നതിന് ശേഷം സത്യം പറഞ്ഞ പേടിയാണ്. ഞാൻ ആരാധിക്കുന്ന ഒരുപാട് താരങ്ങൾ ഈ സ്റ്റേജിന്റെ പിന്നമ്പുറത്ത് ഞാൻ കണ്ടു. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പുതിയ താരങ്ങൾ വന്നതിന് ശേഷം അത്രയും ചങ്കുറപ്പോടെ ഇപ്പോഴും കോട്ടയം നസീർക്കയാണ് പഴയ ജനാർദ്ദനുമായിട്ട് വീണ്ടും വരുന്നത്. എനിക്ക് പേടിയാണ്. കളിയാക്കില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് സംഭവം അവതരിപ്പിക്കാം. ഓക്കെ ആണോ? ഓഡിയൻസ് ആവശ്യപ്പെട്ട പ്രകാരം ലാലേട്ടന്റെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് നമ്മുടെ ദേവാസുരം എന്ന സിനിമയിലെ ചിത്ര, നെപ്പോളിയൻ, ലാലേട്ടൻ, ഇവര് 3 പേരുമായിട്ടുള്ള ഒരു കുഞ്ഞു സീനുണ്ട്. ആദ്യം ചിത്ര ചേച്ചിയും നെപ്പോളിയനും ആയിട്ടുള്ള. നെപ്പോളിയന് അന്ന് ശബ്ദം കൊടുത്തിരുന്നത് ഷമീദ് നിലയൻ ചേട്ടനാണ്. അപ്പൊ അവരുടെ 2 പേരുടെയും ശബ്ദത്തിന് ശേഷം നേരെ ഇതിലേക്ക് വരും. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവില്ലാതെയും വെയിലെ കണ്ടെന്ന് ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല. നിർത്തടിയോ ചത്താലും പേരില്ല അവന്റെ നടത്തുമോ അവന്റെ മരവും എനിക്ക് നേരെ പോകുന്ന മംഗലശ്ശേരിയിലേക്കാണ്. അവിടെ ലാലേട്ടന്റെ കൈയൊക്കെ ഒടിഞ്ഞ് ഇരിക്കുകയാണ്. അവിടെ വണ്ടിയും കൊണ്ട് നിർത്തിയിട്ട് ഇദ്ദേഹം ചാടുകയാണ്. ഈ ചത്തത്തില്ലാന്ന് ഓർക്കത്തില്ല. എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര എന്നെ നടക്കാൻ ശ്രമിക്കുകയാണ്. ഈ അനുഭവം നടത്തിയ ദിവസം എത്രയും പരിശീലനം നടത്തിയിട്ട് ഓരോന്റെ കൊല്ലോടും തിരിച്ച് കൈയുടെ ഓർമ്മ താഴെക്കം നോക്കുന്ന ഓർമ്മയുടെ കേട്ടോളും. താങ്ക് യു. ലാലേട്ടന്റെ ഇപ്പൊ അതിനകത്ത് മംഗലശ്ശേരിയുടെ ചെറിയ ഏരിയ. പക്ഷെ അതല്ലാതെ നമുക്ക് 6-ാം നമ്പറാനില് സിരാജ് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അനുകരിച്ച് കൈയ്യടി കിട്ടിയിട്ടുള്ള സംഭവമാണ് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്ന ലാലേട്ടൻ പറയുന്ന ഒരു പരിപാടി. ഇത് ശരിക്കും സൂര്യന് വയ്ക്കാറായി. അത് കുഴപ്പമില്ല. അല്ല, കൈയടിച്ചാൽ അത് ചെയ്യും. ആരാ പറഞ്ഞ ഒന്നും വേണ്ട. റെഡി? കോടതിപ്പോട്ടില്ലാത്ത പ്രവാസിയുടെ ജീവിതം. മുന്നേറിയോട്ടങ്ങളുടെ ബിരുദം ഒരു വേറോട്ടത്തിൽ കാളയാർ ഗർജിച്ചു. ഓരോരുത്തരുടെ കാളയാണ്, ഹൃദയങ്ങളുടെ കാളയാണ്. വിവിധാന സ്വരതകളോ ശരിപുടകളോട് ഓരോ നേരങ്ങൾക്ക് താരകളിൽ ദുർഗതികളുടെ ഓരോ ബാധകളാക്കാൻ ചിന്തവർത്താൻ ഹിന്ദുസ്ഥാനുള്ള സംഘടനയുടെ പ്രയോഗമായിട്ട് ഓരോ ചെറുകാരുടെ ഒരു സൗഹൃദമാണ് ബാദുഷാ ഖാൻ ആയുധം ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. രൂപത്തിലൂടെ പ്രകാശമില്ല सबने सूर्य तो तुम्हारे दिल खत्म हो जाती है. താങ്ക് യു. ലാലേട്ടൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മമ്മൂക്ക വേണം. മമ്മൂക്കയുടെ വിഡ്ഢി. അത് മമ്മൂക്കയും ലാലേട്ടനും കഴിയുമ്പോൾ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ സിരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരാൾ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫീമെയിൽ ശബ്ദമുണ്ട്. ബന്ധപ്പണിക്കർ. ശരിക്കും നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് പണിയേരുന്നതാണോ? ബിന്ദു പണിക്കർ ചേച്ചിയൊക്കെ ഇനി അഭിനയിച്ചു. പക്ഷെ ഞാൻ ഒരു വ്യത്യാസം, പഴയ ബിന്ദു പണിക്കരല്ല, പുതിയത്. ഇപ്പൊ സായികുമാർ ഏട്ടന്റെ വൈഫ് ബിന്ദു പണിക്കരെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. റെഡി?
ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതങ്ങനെ അവറ്റകൾക്കിനോട് സ്നേഹമില്ലല്ലോ. ഇനി ഞാൻ ഒരിക്കലും പറയില്ല. ഇനി ഏതാ വേണ്ട? തിലകൻ ചേട്ടൻ ഇന്ത്യൻ ഉറുപ്പി എന്ന ചിത്രത്തിലെ അവസാനമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ഡയലോഗാണ്, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. പിന്നെ ഈ സ്നേഹം മനസ്സെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും വേരിയേഷൻസ് ഒരു നടന്മാരിലും ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചിരിക്കണേ. മനസ്സെന്നൊക്കെ പറയുമ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. വരഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ വേറൊരു ചായയോട് കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, അതായത് എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീകരം. ഇത് ഇത്രയും വലിയ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച അത് മാത്രമാണ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതൊന്ന് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ ജയൻ സാറിന്റെ പെർഫോമൻസ് എല്ലാം കണ്ടപ്പോൾ ഞാൻ ജഗദീഷ് ചേട്ടനോട് ചോദിച്ചു, ജഗദീഷ് ചേട്ടാ, നിങ്ങൾ ജയൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടല്ലേ സിനിമയിൽ വന്നതെന്ന്. അപ്പൊ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു, ഒരിക്കലുമില്ല സുരാജ്, ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ ഭീമൻ രഘു ചേട്ടനോട് ചോദിച്ചു, രഘു ചേട്ടാ, നിങ്ങൾ ജയൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടല്ലേ സിനിമയിൽ വന്നത്? പോരാ, ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യില്ല, എന്നെ തന്നെയാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ ആക്ഷനും എല്ലാം മോഷ്ടിച്ചിട്ടാണ് ഭീമൻ രഘു ചേട്ടനും ജഗദീഷ് ചേട്ടനും അത് ചെയ്യുന്നതെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അത് അവരുടെ ആ ആക്ഷനിൽ മാത്രമാണ് കേട്ടോ, ആക്ടിങ്ങിലല്ല, ആക്ഷനിൽ മാത്രം. കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കണം. ആദ്യം ജയൻ, കുറച്ചുകൂടെ സ്പീഡ് ഭീമൻ രഘു, മാക്സിമം സ്പീഡാണ് ജഗദീഷ് ചേട്ടൻ. താങ്ക് യു. ഗംഭീരം.